ഡോ ബാല, ഇങ്ങനെ സീസ് ചെയ്ത ബൈക്ക് മാലയിട്ട് പൂജിക്കുന്നൊക്കെ കുറച്ച് കൂടുതലാ സാർ. പുതിയ വണ്ടിയത്, റെഡി കാഷിന് എടുത്തതാ. അല്ല, വീട്ടിലെ വസ്തു വല്ലതും വിറ്റോ നീ? 149cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനായത്. അതൊന്നും എനിക്കറിയില്ല സാർ. പുറകിൽ വൈഫിനെ ഇരുത്തിയപ്പോൾ എൻ്റെ ഹൈറ്റിന് മാച്ചാണെന്ന് തോന്നി. എന്നാ ഇതെന്നെ മതിയെന്ന് കരുതി അങ്ങ് എടുത്തത്. കൊള്ളാം, നടക്കട്ടെ സാർ. അതാ ഞാൻ പറഞ്ഞത്. സർ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് 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 മോർണിംഗ്. ഗുഡ് മോർണിംഗ് യൂണിഫോമിൽ സർ. സാർ അതിന് സന്ദീപിന് നമ്മുടെ യൂണിറ്റ് ഇഷ്ടമായില്ലെന്ന് വേറെ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചിരിക്കുക. തോന്നി. ഇങ്ങ് വാ സർ. വെടി വെക്കാൻ അറിയാത്തവന് തോക്കെന്താ? സർ, എന്താണോ താൻ വീണ്ടും കെട്ടാൻ പോകണോ? സർ, എന്റെ സിസ്റ്ററിന്റെ മാരേജ് ഫിക്സ് ചെയ്തു. കൊള്ളാലോ, എല്ലാം ഒപ്പിച്ചെടുത്തല്ലോ. ഗുഡ്, കൺഗ്രാറ്റ്സ്. പയ്യനെന്താ ചെയ്യുന്നേ? പയ്യൻ എഞ്ചിനീയർ ആണ് സർ. അത് ശരി, അതത്ര വലിയ സംഭവമാണോ? ജസ്റ്റ് കിഡിങ്, ഞാൻ എത്തിക്കോളാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യെസ് സർ. പിന്നെ സാറേ പോയി ഷെൽഫ് കൊടുക്കടാ. സർ. ഹലോ സാർ. വിക്രം, വാടോ. അറിഞ്ഞോ, താൻ തന്ന റിപ്പോർട്ടും ഫോറൻസിക്സും മാച്ച് ആയിട്ടുണ്ട്. നീറ്റ് വർക്ക്. താങ്ക് യു സാർ. സൈമൺ അവിടെ? അവൻ അലക്സിനെ കുട്ടി ആശുപത്രി പോയിരിക്കുക. നത്തിങ് സീരിയസ്, റൂട്ടീൻ ചെക്കപ്പാ. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ സാർ? അല്ല, ഇന്നലെ MKP നഗറിൽ മോനിയുടെ ബോഡി കാണാൻ വേദ വന്നിരുന്നായി പറയുന്നത് കേട്ടു. അതെങ്ങനെ സാർ, നമ്മുടെ ആൾക്കാരുള്ളപ്പോൾ? റൂമറാണ്. സൈമനോട് ചോദിച്ചു നോക്കാം. അല്ല സാർ, ഞാൻ തന്നെ പോയി നോക്കാം. റൈറ്റ് സാർ, വേദയെക്കുറിച്ച് ചോദിച്ചിട്ട് ആരും വാതുറക്കുന്നില്ല സാർ. ഞാൻ അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് എടുത്തു. തടിയും ബാബുന് ആരുമില്ല, പക്ഷെ മോനിക്കൊരു മോനുണ്ട് സാർ. അവൻ്റെ പേര് 15 വയസ്സ് ദിലീപ്. അല്ല, പേര് ദിലീപ് വയസ്സ്. എവിടെ ഉള്ളത്? അവിടെ സാർ. താനല്ലേ എൻ്റെ അപ്പനെ തട്ടിയേ? എന്താ ക്ഷമയോക്കാൻ വന്നാണോ? മോനി മരിക്കേണ്ടവൻ തന്നെ. അത് നേരാ. അയാളൊരു വൃത്തികെട്ട ജന്തുവാ. ഡെയിലി കുടിച്ചിട്ട് വന്ന് എന്നെ ഇട്ട് തല്ലിച്ചതയ്ക്കും. നിനക്ക് മാത്രമാണ് കഷ്ടപ്പാടെന്ന് കരുതിയോ? എല്ലാവരും ആരുടെങ്കിലൊക്കെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാറുണ്ട്. തനിക്ക് കിട്ടിയിട്ടുണ്ടോ? ബെൽറ്റ്. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും എന്നെ അടിച്ച് റെഡിയാക്കും. അച്ഛൻ പോലീസുകാരനല്ലായിരുന്നോ? അച്ഛൻ എന്നെ പഠിപ്പിച്ച് ഇത് മാത്രമാണ് ശരി അല്ലെങ്കിൽ തെറ്റ്, വേറൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ അച്ഛനെ നിന്ന് പഠിക്കാൻ ഒന്നുമില്ലായിരുന്നു. എന്റെ അപ്പനെ കൊന്നവനെ കൺമുന്നിൽ കിട്ടിയിട്ടും അവനെ കൊന്നില്ലെങ്കിൽ മറ്റുള്ളവരെന്താ പറയാന്നറിയോ? വിട്.